ലീഗ് ഒരുപക്ഷെ ഇപ്പോൾ കാണുന്ന മയത്തിലുള്ള സമീപനം കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഘടകകക്ഷികളുടെ ഒരു കൂട്ടായ്മ തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇതിലൊരു കക്ഷിയായി ലീഗ് മാത്രമല്ല ഘടകകക്ഷികൾ കൂടി ഒന്നിപ്പിക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ലീഗ് അതിന് മുൻകൈ എടുത്തേക്കും. കാരണം കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഘടകകക്ഷികളെയും ഒന്നിപ്പിക്കാനായി കഴിഞ്ഞാൽ അതിൽ വലിയ രീതിയിലുള്ള ഒരു കർക്കശമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സതീശനെ കൊണ്ടുവരാൻ സാധിച്ചേക്കുമെന്നുള്ള വിലയിരുത്തലാണ് ലീഗിന് ഉള്ളത്. പക്ഷെ അത് ഏത് അതിർത്തി വരെ എന്നുള്ളൊരു ചർച്ചയുണ്ട്. ഏതായാലും ലീഗിനകത്ത് ഉയർന്ന ചർച്ചകളിൽ ഒരു പക്ഷേ അങ്ങനെ പൊതുവികാരം മാനിക്കുന്നില്ല എങ്കിൽ മന്ത്രിസഭയിൽ ചേരാതിരിക്കുന്ന അടക്കം നീങ്ങണമെന്നുള്ള അഭിപ്രായം ലീഗിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഉണ്ട്. പക്ഷേ ഇത് ലീഗ് ഒരു പൊതു തീരുമാനമായി എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് അവസാനം അങ്ങനെ ഒരു തീരുമാനം വേണ്ടി വന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. സതീശനില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല, ഞങ്ങൾ പുറത്തു നിന്നോളാം എന്നൊരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തേണ്ടി വരും. അത് തന്നെയാണ് വേണ്ടത്. കാരണം ഇത് ലീഗിന്റെ വികാരമല്ല. ഇങ്ങനെ ഒരു തിളക്കമാർന്ന വിജയം സമ്മാനിച്ചത് അത് ഈ ജനം സതീശനെ കണ്ടിട്ടാണ്, സതീശന്റെ നിലപാടുകൾ കണ്ടിട്ടാണ്, സതീശന്റെ കാഴ്ചപ്പാടുകൾ കണ്ടിട്ട്. ആവർത്തിച്ച് പറയുക, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യ എന്താണത്? 102 സീറ്റിലേക്ക് പാർട്ടി എത്തുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ UDF എത്തുന്നുണ്ടെങ്കിൽ ആ 102 സീറ്റ് എന്ന ഫിഗറിലേക്കാണ് ഇപ്പോൾ ഒരു 80 സീറ്റിലാണ് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ വിജയമെങ്കിൽ, UDFന്റെ വിജയമായിരുന്നെങ്കിൽ, 80 സീറ്റിലായിരുന്നെങ്കിൽ ഇവിടെ സതീശൻ ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് 102 സീറ്റ് എന്ന് പറയുന്ന ഫിഗറിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ജനം കണ്ടത്, ജനം നോക്കിയത്, ജനം വോട്ട് ചെയ്തത് അത് സതീശനാണ്, സതീശന്റെ നിലപാടുകൾക്കാണ്, സതീശന്റെ കാഴ്ചപ്പാടുകൾക്കാണ്. അപ്പോ ആ ജനവികാരമാണ് ഇത്രയും വലിയ ഒരു മിന്നും തിളക്കമാർന്ന വിജയം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്തയാണ്. ഈ വാർത്തയിൽ എന്താണ് സത്യസന്ധത, എത്രത്തോളം അത് യാഥാർത്ഥ്യമാണ്, ആധികാരികമാണ് എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒരു ഘട്ടം സതീശനല്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീഗ് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണം. ലീഗ് പിന്തുണ പിൻവലിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ലീഗ് മന്ത്രിസഭയിലേക്ക് പോകരുത്, ലീഗ് മന്ത്രിസഭയിലേക്ക് പോകരുത്. ഭരിക്കട്ടെ, പുറത്തു നിന്ന് പിന്തുണ നടക്കണം, അത്രയേ വേണ്ടൂ. കാരണം ജനവികാരത്തെ ഉൾക്കൊള്ളാത്ത ഒരു തീരുമാനത്തിനൊപ്പം മുസ്ലിം ലീഗ് നിൽക്കരുത്. കാരണം വളരെ കൃത്യമാണ്, സതീശന്റെ നിലപാടുകൾക്ക്, സതീശന്റെ കാഴ്ചപ്പാടുകൾക്ക്, ആ കാഴ്ചപ്പാടുകൾ കേരളത്തിന്റെ ആ വലിയ മുന്നേറ്റത്തിന് കാരണമാകുമെന്നുള്ള കാഴ്ചപ്പാടാണ് ജനം വോട്ട് ചെയ്തത്. ആ വോട്ട് സതീശന്റെ കാഴ്ചപ്പാടുകൾക്കാ. ആ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാൻ, നയിക്കാൻ സതീശൻ വേണം. അതാണ് കാര്യം. ആ സതീശൻ ഇല്ലെങ്കിൽ പിന്നെ ഈ ജനം ആരെ കണ്ട് വോട്ട് ചെയ്തോ, എന്തിനു വേണ്ടി വോട്ട് ചെയ്തോ ഒക്കെ വെറുതെ ആവും. അപ്പൊ അത് സംഭവിച്ചുകൂടാ. അതുകൊണ്ട് ലീഗ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ച് ലീഗ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷേ കാരണം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാ ഇപ്പോഴത്തെ കാലത്ത്. പണ്ടൊക്കെ ആണെങ്കിൽ വാർത്ത കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. ഇപ്പോൾ ആ വാർത്തകളെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ആലോചന എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമാണ്. അത് ജനവികാരത്തിനൊപ്പം നിൽക്കുന്ന ആലോചനയാണ് എന്നുള്ളത് മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമാണത്. സതീശനില്ലെങ്കിൽ നിയമസഭയിലേക്ക് അല്ല, മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. അത്ര തന്നെ. ആരാ വെച്ചാ ഭരിക്കട്ടെ, എങ്ങനെയാ വെച്ചാ ചെയ്യട്ടെ, ഒരു കുഴപ്പമില്ല. സതീശനില്ലെങ്കിൽ, നയിക്കാൻ സതീശനില്ലെങ്കിൽ അത് ലീഗിന്റെ താല്പര്യമായിട്ടല്ല, മറിച്ച് ജനവികാരമായിട്ട്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം അത് ഈ ജനം നൽകിയതാ. അവിടെയും കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സതീശൻ കേരളത്തെ നയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്തരം എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ ഇന്നലെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട്.
KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ട് നടത്തിയ ഒരു അഭിമുഖം. ആ അഭിമുഖത്തിൽ KC പറയുന്നുണ്ട് ഞാനില്ല എന്നുള്ളത്. ഞാനില്ല എന്ന് പറഞ്ഞ് അന്ന് മാറി നിന്ന വ്യക്തി ഇന്ന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത്രയും വലിയ ചർച്ച കൊണ്ടുപിടിച്ചിട്ടും ഞാൻ ഇതിനില്ല എന്ന് തുറന്ന് പറയാൻ KC തയ്യാറാവുന്നില്ലെങ്കിൽ KC അവിടെ ഉണ്ട് എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. KC ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. KC അന്ന് പറഞ്ഞത് നുണയായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ KC നിങ്ങളോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തി പറയുകയാണ്, നിങ്ങൾ പുനർവിചിന്തനം നടത്തേണ്ട കാര്യമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഉപഭോക്താവ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഗുണഭോക്താവ് അത് വീഡിയാണ്. വീടി മാത്രമാണ്. അതുകൊണ്ട് 63 സീറ്റ് കോൺഗ്രസിനുണ്ട്, മുസ്ലിം ലീഗിന് 23 സീറ്റുകളുണ്ട്. മനസ്സിലായില്ലേ? അതില് ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതിൽ മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതിലും കോൺഗ്രസിനും പങ്കുണ്ടായിട്ടുണ്ട്. ഇല്ലെന്നൊന്നും പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു അവകാശവാദത്തിലേക്കൊന്നും വരുന്നില്ല. എന്നാലും സതീശൻ നയിക്കാനില്ലെങ്കിൽ ലീഗ് വളരെ കൃത്യമായിട്ട് അധികാരമില്ലെന്നല്ലേ ഉള്ളൂ. വേണ്ടടോ അധികാരം വേണ്ട. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉടനീളം ലീഗ് നടത്തിയ എല്ലാ പോരാട്ടങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം എവരിത്തിങ് അത് അധികാരമില്ലാതെയാണ്. ഇത്തവണ സതീശൻ ഇല്ലെങ്കിൽ മാറി നിൽക്കണം. അധികാരം വേണ്ട. അധികാരമില്ലാതെ ജനവികാരത്തിനൊപ്പം നിന്നിട്ട് വീണ്ടും പ്രവർത്തിക്കണം. അധികാരമില്ലാത്ത നാളുകൾ പോകട്ടെ. അധികാരത്തിന് വേണ്ടിയല്ല ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ലീഗിനുണ്ടാവണം. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ജനവികാരത്തിനൊപ്പം നിൽക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പ് ഒരു തോറ്റ് തുന്നം പാറി നശിച്ച് നാറാണക്കല്ലെടുത്ത് വീണടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാതെയായ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും UDF എന്ന് പറയുന്ന ടീം UDFനെയും സതീശന്റെ കൈവെള്ളയിൽ AICC വെച്ചു കൊടുക്കുമ്പോ ഈ പാർട്ടി ഒന്നുമല്ലായിരുന്നു. ഈ പ്രസ്ഥാനം വീണ് കിടക്കുകയായിരുന്നു. ഈ പ്രസ്ഥാനം പോരാടാൻ ശക്തിയില്ലാതെ, എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാതെ വീണടത്ത് കിടന്ന് ഉരുളുകയായിരുന്നു. അവിടെ നിന്നാണ് സതീശന്റെ കൈവെള്ളയിൽ ഈ പ്രസ്ഥാനത്തെ വെച്ചേൽപ്പിച്ചു കൊടുക്കുന്നത്. തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് അല്ലേ? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും സതീശനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഇതിനെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. തിരിച്ചു കൊണ്ടുവന്നിട്ട് തിളക്കമാർന്ന വിജയം ടീം UDFന് 102 എന്ന് സതീശൻ ആവർത്തിച്ച് പറഞ്ഞപ്പോ വിശ്വസിക്കാത്ത ആളുകള് എന്തിനതിനെ ഏറ്റുപിടിക്കാൻ പോലും ഒരുത്തനുണ്ടായിരുന്നില്ല അല്ലേ? എന്നിട്ട് സതീശൻ പറഞ്ഞ ആ 102 സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് സതീശനെ ഇരുത്തുമ്പോൾ പറഞ്ഞത് നിങ്ങളോടുള്ള ഉറപ്പ് അല്ലെങ്കിൽ വിശ്വാസം അതൊന്നുകൊണ്ടാണ് നിങ്ങളിത് ഏൽപ്പിക്കുന്നത്. ഏൽപ്പിച്ച ജോലി അയാൾ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി കൊടുക്കേണ്ടത് കഴിഞ്ഞ 5 വർഷം അയാൾ നടത്തിയ പഠനങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അയാള് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ യുവതികൾക്ക്, യുവജനങ്ങൾക്ക്, വളർന്നു വരുന്ന തലമുറക്ക്, യുവജനങ്ങൾക്ക്, ജെൻസിക്ക്, സ്ത്രീകൾക്ക് എന്ന് വേണ്ട കേരളത്തിനാകമാനം ഉതകുന്ന രീതിയിൽ അയാൾ നടത്തിയ പഠനങ്ങളും അയാൾ കണ്ടെത്തിയ പ്ലാൻ ബിയുമുണ്ട്. അത് നടപ്പിലാക്കാൻ സതീശന്റെ കയ്യിൽ കൊടുക്കണം. സതീശനല്ലാതെ മറ്റാര്? നോ വൺ. അപ്പോ ആ ഒരു വിവേകം കാണിക്കണം. കാരണം നിങ്ങള് ഈ പറയുന്ന MLA-മാരുടെ പിന്തുണയുണ്ടെന്നോ ഇല്ലെന്നോ എന്തുമാവട്ടെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ MLA-മാർക്ക് പിന്തുണ നൽകിയത്, അവരെ MLA-മാരാക്കിയത് അത് ജനമാണ്. ആ ജനവികാരം സതീശനൊപ്പമാണ്. അതുകൂടി മനസ്സിലാക്കണം. MLA-മാരെ പിന്തുണയുണ്ട് എന്ന ഒരു മാനദണ്ഡം നിങ്ങൾ മുന്നിൽ വെക്കുന്നുണ്ടെങ്കിൽ ആ MLA-മാര് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൂടി ചിന്തിക്കണം. ആ MLA-മാര് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചിന്തിക്കണം. ജനം വോട്ട് ചെയ്തതാ, പൊതുജനമാണ് അവരെ തെരഞ്ഞെടുത്തത്. CPM-ന്റെ കോട്ട കൊത്തളങ്ങളിൽ പോലും ഈ പറയുന്ന ആളുകളെ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ജനം നൽകിയ വോട്ടാണ് എന്നുള്ള കാര്യം മറക്കണ്ട.
ആര് നന്നായിട്ട് പ്രചരണം നടത്തിയെന്നോ, അല്ലെങ്കിൽ ആരാണ് കൂടുതൽ കാശ് പ്രചരണത്തിന് വേണ്ടി ചെലവഴിച്ചതെന്നോ, ആരാണ് പൊതുയോഗങ്ങൾ കൂടുതൽ സംഘടിപ്പിച്ചതെന്നോ, ആരാണ് റോഡ് ഷോ വളരെ ഭംഗിയായി നടത്തിയതെന്നോ, ഇതൊന്നുമല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിയത്. മറിച്ച് ആർക്കാണ് വോട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ജനമാർക്കാണ് വോട്ട് ചെയ്തത് ഇത് നോക്കിയിട്ടല്ലേ MLA തെരഞ്ഞെടുത്തത്. അപ്പോ ആ MLA തെരഞ്ഞെടുക്കുമ്പോഴും ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോഴും അവരുടെ വികാരം എന്ന് പറയുന്നത് സതീശൻ മാത്രമാ. വടശ്ശേരി ദാമോദരൻ സതീശൻ മാത്രമാ. ലീഗിന്റെ നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ കേട്ട വാർത്ത സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആവർത്തിച്ചു പറയുന്നു, സതീശൻ ഇല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കണം. അത് സതീശന് വേണ്ടിയുള്ള പിന്തുണയല്ല, മറിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ 85,327 വോട്ടിന് വിജയിപ്പിച്ച ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്, കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിജയിപ്പിച്ച ആ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്, മലപ്പുറത്തെ 16-ൽ 16ഉം ഒരു തരി പോലും ബാക്കിയാക്കാതെ തുടച്ചു നീക്കിക്കൊണ്ടുപോയ ജനം, ആ ജനത്തെ വിശ്വാസതയിലെടുക്കാൻ വേണ്ടിയിട്ട് അധികാരം പോട്ടെന്ന് വെക്കണം. സതീശനില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള തീരുമാനമെടുക്കാൻ ലീഗിന് സാധിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് സതീശനുള്ള നിലപാട് അല്ലെങ്കിൽ പിന്തുണയായിട്ട് ലീഗിനെ കണക്കാക്കണ്ട, മറിച്ച് ജനവികാരത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ള മാനദണ്ഡത്തിൽ ലീഗ് പിന്തുണക്കണം. കാരണം മുസ്ലിം ലീഗിന് ഇപ്പോൾ സതീശനാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ശശി തരൂരാണെങ്കിലും ഒക്കെ ഒരുപോലെയായിരിക്കാം. പക്ഷേ ജനം ആഗ്രഹിച്ചത് സതീശനെയാ. ആ ജനവികാരത്തിനൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകണം. വേണ്ടെന്ന് വെക്കണം, അധികാരം വേണ്ടെന്ന് വെക്കണം, കസേര വേണ്ടെന്ന് വെക്കണം. ഞാൻ പറയുന്നത്, ഈ പറയുന്ന കോൺഗ്രസിന്റെ UDFനുള്ള പിന്തുണ പിൻവലിച്ചിട്ട് മറ്റെവിടെങ്കിലും പോയി പിന്തുണ അതല്ല, പുറത്ത് നിന്ന് പിന്തുണക്കണം. സർക്കാർ ഉണ്ടാക്കട്ടെ, ഭരിക്കട്ടെ, ചെയ്യേണ്ടത് ചെയ്തോട്ടെ എന്ന് വെക്കണം. ജനവികാരത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന സതീശന് വേണ്ടി പിന്തുണ നൽകാൻ, അത് ജനവികാരമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജനം അതാണ് ആഗ്രഹിക്കുന്നത്. തെരുവുകളിൽ നിറയുന്ന ആയിരങ്ങൾ പറയുന്നതും വിളിച്ചു പറയുന്നതും വിടി. ആ വികാരത്തിനൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കണമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം ഇതിപ്പോ ആർക്കും മനസ്സിലാകാത്ത കാര്യമൊന്നല്ല. ഞാനിപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ചിത്രത്തിൽ സതീശൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാ. പിന്നെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റു പേരുകളിലേക്ക് ചർച്ച പോയി എന്നുള്ളത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും വളവിട്ടിട്ട് കൊടുത്തത് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അപ്പോൾ പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രം, സതീശനില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തണം. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ജനം ഇരു കൈയും നീട്ടി മുസ്ലിം ലീഗുകാരാ നിങ്ങളെ സ്വീകരിക്കും, ജനം സ്വീകരിക്കും. ആ അങ്ങനെ ഒരു തീരുമാനം ലീഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിനൊപ്പം ജനമുണ്ടാകും, കേരളത്തിന്റെ പൊതുസമൂഹം ഉണ്ടാകും. അതായിരിക്കണം നിലപാടുകൾക്കാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു. 2026 മെയ് 4-ന് 102 സീറ്റ് എന്ന് പറയുന്ന തിളക്കമാർന്ന വിജയത്തിലേക്ക് UDFന് നടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശന്റെ നിലപാടുകളും സതീശന്റെ കാഴ്ചപ്പാടുകൾക്കുമുള്ള അംഗീകാരമായിരുന്നു അത് എന്നുള്ളത് കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് കൂടി ഒന്ന് മനസ്സിലാക്കണം. ഞാനിത് മുസ്ലിം ലീഗിനോട് മാത്രമല്ല പറയുന്നേ. അങ്ങനെ അഭിപ്രായം ആർജവത്തോടെ നിലപാടെടുക്കാൻ ഘടകകക്ഷികൾക്ക് ആർക്കെങ്കിലും ആകുമെങ്കിൽ അവരും ഇത് ചെയ്യണം.